അനുഭവം കൊണ്ട് തിരിച്ചറിയും വരെ ഒറ്റപ്പെടൽ എന്ന തീരാവേദന ഓരോ മനുഷ്യനും വെറുമൊരു വാക്കുമാത്രമാണ്. മരണത്തിൽ പോലും പിന്തുടരുമെന്ന് പറഞ്ഞവർ, നീയില്ലാതൊരു ജീവിതം ചിന്തയിൽ പോലും ഇല്ലെന്ന് സമർത്ഥിച്ചവർ, സർവ അധ്വാന മൂല്യങ്ങളും പങ്കിട്ടെടുത്തവർ, ഒടുവിലവർ പടിയിറക്കപ്പെടുമ്പോൾ തനിക്ക് ചുറ്റുമുള്ളതൊന്നും തൻ്റേതല്ലെന്നും താനിവിടെ തനിച്ചാണെന്നും അവർ തിരിച്ചറിയും. ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ ഇനി എന്തെന്ന ചോദ്യമുയരുമ്പോൾ ചെന്നെത്താൻ ഒരിക്കലും അടയപ്പെടാത്തൊരു സ്വർഗവാതിലാണ് മഹാത്മാ ജീവകാരുണ്യ ഗ്രാമം. പത്തനംതിട്ട ജില്ലയിൽ അടൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന മഹാത്മാ ജനസേവന കേന്ദ്രമെന്ന ആതുരാശ്രമത്തിൻ്റെ മാതൃകാപരമായ അഭയകേന്ദ്രമാണ് കൊടുമൺ കുളത്തിനാലിലെ മഹാത്മാ ജീവകാരുണ്യ ഗ്രാമം. സാമൂഹ്യ അവഗണന നേരിട്ട നൂറുകണക്കിന് മനുഷ്യർ, അവർ ഇവിടെ സ്വസ്ഥമായും സമാധാനമായും കഴിയുന്നു. മതമില്ല, ജാതിയില്ല, വർണ്ണഭേദങ്ങളില്ല. ഇവിടെ പ്രവേശനം ലഭിക്കാനുള്ള ഏക ഉപാധി അവകാശമുന്നയിക്കാൻ ആരുമുണ്ടാകരുത് എന്ന് മാത്രം. കിടപ്പാടം നഷ്ടമായവർ, ഉറ്റവരും ഉടയവരും അവഗണിച്ചവർ, അവർക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു ഇടം, അതാണ് മഹാത്മാ ജീവകാരുണ്യ ഗ്രാമം. മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ മറ്റൊരു സംരംഭമാണ് പള്ളിക്കൽ കള്ളപ്പൻചിറയിലെ മഹാത്മാ ശാന്തിഗ്രാമം. തെരുവിലകപ്പെട്ട സഹജീവികൾക്കായി ഈ അഭയകേന്ദ്രം പ്രവർത്തിക്കുന്നു. നൂറുകണക്കിന് മനുഷ്യരാണ് ഇവിടെ അഭയം തേടിയിട്ടുള്ളത്. രാധമനോഹരശീല രാവും പകലും നിൻപദ ചിന്തനമല്ലാതില്ലോ. പേരറിയാത്തവർ, നാടറിയാത്തവർ, ഭാഷയോ സംസ്ഥാനമോ അതിർത്തി നിശ്ചയിക്കാത്ത ഭാരതത്തിൻ്റെ പരിച്ഛേദമാണവർ. അവരിവിടെ ജീവിക്കുന്നു സമാധാനത്തോടെ. എൻ്റെ പേര് മനോജ് എന്നാണ്. എൻ്റെ സ്വദേശം തട്ട മല്ലിയക്കരയാണ്. ഏറെക്കാലം പത്തനംതിട്ട ജില്ലയിലുള്ള വിവിധ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഞാൻ ഗസ്റ്റ് ലെക്ചറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് പത്തനംതിട്ടയിലുള്ള 2 പാരലൽ കോളേജുകളിൽ ഞാൻ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു. അതിലൊന്ന് പ്രതിഭ കോളേജ്, രണ്ടാമത്തേത് കോഓപ്പറേറ്റീവ് കോളേജ്. ഇതിനെ തുടർന്ന് ഞാൻ ജാർഖണ്ഡിൽ പോവുകയും അവിടെ ദേവഗർ ജില്ലയിലുള്ള സെയിൻറ്റ് ഫ്രാൻസിസ് സ്കൂളിൽ +2 ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ് ടീച്ചറായും സേവനം അനുഷ്ഠിച്ചു. ആ സമയത്ത് എനിക്ക് ബൈപ്പോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്നുള്ള രോഗം എന്നെ ബാധിക്കുകയും സ്കൂൾ അധികൃതർ വളരെ സുരക്ഷിതനായി എന്നെ നാട്ടിലെത്തിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനെ കൊണ്ട് തുടങ്ങി. എൻ്റെ ബന്ധുക്കളും മിത്രങ്ങളും സഹോദരങ്ങളും ഒക്കെ എന്നെ കൈയൊഴിഞ്ഞു. മറ്റ് യാതൊരു ഗത്യന്തരവും ഇല്ലാത്ത ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിൽപ്പെട്ട അടൂർ MLA, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേ ഗോമാർസാനെ പോയി കാണുകയും എൻ്റെ അവസ്ഥ അദ്ദേഹത്തോട് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം മുൻകൈയെടുത്താണ് എന്നെ മഹാത്മയിലെത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ മഹാത്മയിലെത്തിയിട്ട് ഇത് 9ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ അച്ഛനന്മാരെ സഹായിച്ചും മഹാത്മാ ജനസേവന കേന്ദ്രം എന്ന ഈ ജനകീയ പ്രസ്ഥാനത്തെ സഹായിച്ചും ഇവയിലൊരാളായി സന്തോഷവാനായി ഞാനും ജീവിക്കുന്നു. ഞാനിവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമുഖത്തുണ്ടാകുമായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ദൈവം എന്നെ രക്ഷിച്ചത്. മഹാത്മയോടൊപ്പം മരണം വരെ മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. ഞാൻ വളരെ സന്തോഷകരമായി ഇവിടെ ജീവിക്കുന്നു. സമൂഹത്തിലെ നന്മയുള്ളവരുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയധികം ആളുകളെ സംരക്ഷിക്കുവാൻ കഴിയുന്നത്. വീടുകളിലെ ആഘോഷവേളകളിലും ഓർമ്മ ദിനങ്ങളിലും ഇവർക്ക് കൂടി അന്നം കരുതുന്ന ചില നല്ല മനുഷ്യരാണ് ഈ സമൂഹത്തിൻ്റെ സംരക്ഷകർ. പള്ളിക്കൽ കൊയ്പ്പള്ളി വിളയിൽ ശാന്തമ്മയമ്മ ദാനമായി നൽകിയ സ്ഥലത്താണ് മഹാത്മാ ശാന്തിഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ആളുകളുടെ ബാഹുല്യം നിമിത്തം കിടക്കാനിടമില്ലാത്ത സാഹചര്യം വലിയ ഒരാകുലതയായിരുന്നു. അടൂർ MG റോഡിൽ കണിയാമ്പറമ്പിൽ P. ചെല്ലപ്പൻ്റെയും പുനലൂർ ഐക്കരക്കോണം പത്മനിവാസിൽ N. വിശ്വനാഥൻ്റെയും സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ പുതിയൊരു കെട്ടിടം നിർമ്മിച്ചു നൽകി ആ ആകുലതയ്ക്ക് ആശ്വാസം നൽകി.
മനുഷ്യ സ്നേഹത്തിൻ്റെ മനോഹരവും ഉദാത്തവുമായ മാതൃക. മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ അനാഥത്വം പേറി ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ മറ്റാർക്കും ഉണ്ടാകരുതെന്ന് ചിന്തിച്ചു തുടങ്ങിയതാണ് മഹാത്മാ ജനസേവന കേന്ദ്രം എന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിന് കാരണം. നമസ്കാരം. മഹാത്മാ ജനസേവന കേന്ദ്രം അടൂരിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ 14 വർഷമാവുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ 30 വർഷമാണ് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ചിലവഴിച്ചിരിക്കുന്നത്. അതിലെ 14 വർഷം സ്വന്തം പ്രസ്ഥാനം എന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിലേറെ അഭിമാനമുണ്ട്. ഏകദേശം 1000-ലധികം ആളുകളെയാണ് മഹാത്മാ ജനസേവന കേന്ദ്രം ഏറ്റെടുത്ത് സംരക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതും അവരവരുടെ വീടുകളിലേക്ക് തിരികെ പോയതും ജീവിതത്തിൽ നിന്നും മൺമറഞ്ഞു പോയവരുമായിട്ടുള്ള ആളുകൾ. നമുക്കറിയാം, നാം ഒറ്റപ്പെടുന്നത് ഏറ്റവും വലിയ വേദനയുള്ള കാര്യമാണ്. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ നാം അവരുടെ ആരുമല്ലായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ അവഗണിച്ച് കളയുമ്പോൾ നമ്മളുടെ കൈവശം ഒന്നുമില്ലാതെ വരുന്ന ചില സാഹചര്യങ്ങൾ, മനുഷ്യൻ ഇനി എന്താണ് മുമ്പിൽ ഒരു വഴി എന്നറിയാതെ ആത്മഹത്യയുടെ വാക്കിലേക്ക് കടന്നു പോകുന്ന നിമിഷങ്ങൾ, വിളിക്കാൻ ഒരു ഫോൺ നമ്പറുണ്ട് മഹാത്മയുടെ. ജസ്റ്റ് ഒരു ഫോൺ കോൾ വിളിച്ചു കഴിഞ്ഞാൽ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ അവിടെ എത്തിച്ചേരും, അവരെ സഹായിക്കും, അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും. ഭക്ഷണവും വസ്ത്രവും ചികിത്സയും താമസവും എല്ലാം നൽകി. ഏകദേശം 400ഓളം ആളുകളാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. അവരിൽ പലരും ജീവിതത്തിൽ നല്ല നിലയിൽ ജീവിച്ചിരുന്നവരാണ്. അധ്യാപകരായിരുന്നവരുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവർ, ഓഫീസർമാരായിട്ട് ജോലി ചെയ്തിരുന്നത്, സർക്കാർ ജോലി ചെയ്തിരുന്നവർ, അങ്ങനെ എത്ര ആളുകളാണ് മഹാത്മാ ജനസേവന കേന്ദ്രത്തിലേക്ക് അഭയം തേടിയെത്തുന്നത്. വിവിധ മേഖലയിലുള്ളവർ എത്തുവാനൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സുരക്ഷിതത്വം, അവരോടുള്ള സ്നേഹപരമായ ഇടപെടലുകൾ, അവർക്ക് വേണ്ടി നൽകുന്ന സൗമനസ്യവും നാം നൽകുന്ന സേവനവും ഒക്കെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതൊക്കെയാണ് മഹാത്മയുടെ പ്രത്യേകതകൾ. മഹാത്മാ ജീവകാരുണ്യ ഗ്രാമം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം, അത് കൊച്ചു കൊച്ചു വീടുകൾ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ആ വീടുകൾ അവരുടെ സ്വന്തം വീടുകളായി അവർക്ക് വിശ്വസിക്കാം, അവരുടെ സ്വന്തം വീടുകളായി അവർ താമസിക്കുകയാണ് ഓരോരുത്തരും. അവർക്ക് നഷ്ടപ്പെട്ടു പോയ വീടുകളും അവരുടെ സന്തോഷവും തിരികെ കൊടുക്കാനായി നമ്മൾ ശ്രമിക്കുകയാണ്. വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്തം. അവരോരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുന്നു. കറി പൗഡർ നിർമ്മിക്കുന്നു, മെഴുകുതിരി നിർമ്മിക്കുന്നു, ചന്ദനത്തിരി നിർമ്മിക്കുന്നു, അങ്ങനെ വിവിധമായ പ്രവർത്തനങ്ങൾ ദൈനംദിനം ചെയ്യുകയാണ്. ഇതിലൂടെ കിട്ടുന്ന കൊച്ചു കൊച്ചു വരുമാനം കൂടി ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അതിലൊക്കെ ഉപരി ഒരുപാട് നല്ല മനുഷ്യരെത്തി സഹായകമായി മാറുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ എത്തി നമ്മളുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ സഹായിക്കുന്നു. എല്ലാവരുടെയും പിന്തുണ, ഞങ്ങൾക്ക് നൽകിയ പിന്തുണ ഏറെ അഭിനന്ദനവും സ്നേഹവും നന്ദിയും അർഹിക്കുന്നു. പക്ഷേ അത് വാക്കുകളാൽ പറഞ്ഞു തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് മാത്രമാണ് എനിക്കിപ്പോൾ ഈ നിമിഷം പറയുവാനുള്ളത്. മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും പിന്തുണയായിരുന്നത് യശശരീരനായ ചലച്ചിത്ര നടനും സർവോപരി ആദരണീയനുമായ നെടുമുടി വേണുവായിരുന്നു. മഹാത്മയുടെ വളർച്ചയുടെ പിന്നിൽ നെടും തൂണായി നിന്നിരുന്നത് പത്തനംതിട്ടയുടെ മുൻ പോലീസ് ചീഫ്, മൺമറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ പി ശ്രീനിവാസ് IPS ആയിരുന്നു. മഹാത്മയുടെ മഹനീയ മാതൃത്വമായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞുപോയ പത്തനംതിട്ട നഗരസഭയുടെ സീനിയർ സൂപ്രണ്ടായി വിരമിച്ച് വിശ്രമജീവിതം മഹാത്മയ്ക്കായി മാറ്റിവെച്ച പ്രിയദർശിനി അമ്മ, മാഹാത്മ്യം മാസികയുടെ എഡിറ്ററായിരുന്ന പുനലൂർ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ. ഈ അവസരത്തിൽ ഇവരെ സ്മരിക്കാതെ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കുവാൻ മഹാത്മയിലെ പ്രവർത്തകർക്കാവില്ല. മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറെ ആകൃഷ്ടനും അതിലുപരി മികച്ച പിന്തുണ നൽകുന്ന മഹത് വ്യക്തിയുമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേം മെത്രാപ്പോലിത്ത. തൻ്റെ പേരിൽ ദാനമായി ലഭിച്ച സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടം അഗതി പരിപാലനത്തിനായി അദ്ദേഹം ഏൽപ്പിച്ചത് മഹാത്മാ ജനസേവന കേന്ദ്രത്തെയാണ്. പത്തനംതിട്ട ചീക്കനാലിൽ മഹാത്മാ ബഥേൽ ആതുരാശ്രമം പ്രവർത്തിച്ചു വരുന്നു. ഒറ്റപ്പെട്ടു പോയവരും തെരുവിലകപ്പെട്ടവരുമായ സ്ത്രീകളെയാണ് ഇവിടെ കേന്ദ്രം സംരക്ഷിച്ചു വരുന്നത്.
തൻ്റെ ആദ്യ അധ്വാന വിഹിതം കൊണ്ട് നേടിയ സ്വത്തുവകകൾ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന് എഴുതി നൽകിയ ആളാണ് ഏഴംകുളം തുരുത്തി മഠത്തിൽ ബിനു കെ തോമസ്. പുനലൂർ എലിക്കാട്ടൂരിൽ ഇദ്ദേഹം നൽകിയ വസ്തുവിലും കെട്ടിടത്തിലുമാണ് മഹാത്മാ തുരുത്തി മഠത്തിൽ സ്നേഹഗ്രാമം പ്രവർത്തിക്കുന്നത്. അഗതികളായ മനുഷ്യർക്ക് അഭയമൊരുക്കുന്ന ഈ കേന്ദ്രം ഇന്നേറെ ശ്രദ്ധേയമായിരിക്കുന്നു. പൊരുതി നേടിയതാണ് ഈ ജീവിതം. ആ ജീവിതം നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ കുറച്ച് സമയമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ദൈവം ദാനമായി നൽകിയ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുവാൻ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അതിനേക്കാൾ ഉപരി നല്ലവരായ ഒരുപാട് പേരുടെ സുമനസ്സുകളുടെ സഹായം കൊണ്ടുമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ശാന്തമ്മ അമ്മ തന്ന ദാനമായ വസ്തുവിലാണ് പള്ളിക്കൽ ശാന്തിഗ്രാമം എന്ന പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം സുരേഷ് സാറ് തന്ന സഹായവും അതുകൊണ്ടാണ് പള്ളിക്കൽ മുകളിലത്തെ നില പണിയാൻ സാധിച്ചത്. അങ്ങനെ എത്രയോ പേരുടെ സഹായമാണ് ഓരോ ദിവസവും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇനിയും എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ വരുമാന മാർഗങ്ങളിൽ പ്രധാനമാണ് ഗ്രേറ്റ് മാ ജനറൽ സ്റ്റോഴ്സ്. പള്ളിക്കൽ പയ്യനല്ലൂർ മായയക്ഷിക്കാവിന് സമീപം പ്രവർത്തിക്കുന്ന ഗ്രേറ്റ് മാ ജനറൽ സ്റ്റോഴ്സിൽ നിന്നും ന്യായവിലയിൽ ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാണ്. മഹാത്മയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകുതിരികൾ, കറി പൗഡറുകൾ തുടങ്ങി എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. രാജേഷ് തിരുവല്ലയും സഹധർമ്മിണി പ്രിഷീൽഡ ആൻ്റണിയും ഉൾപ്പെടെ 100-ലധികം പ്രവർത്തകരുടെ നിരന്തര ശ്രമഫലമാണ് മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ മഹനീയമായ വിജയത്തിന് പിന്നിലെ രഹസ്യം. അടൂരിൽ ഉടൻ തന്നെ ആരംഭിക്കുന്ന മഹാത്മാ ചെസ് അക്കാദമി, ഉമ്മന്നൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മഹാത്മാ ആയുർഗ്രാമം എന്നിവയാണ് പുതിയ പദ്ധതികൾ. അടൂർ ചായലോട് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്, ഏനാത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗ്രോവെൽത്ത് കമ്പനി, നൂറനാട് സൗഹൃദ കൂട്ടായ്മയായ നൂറനാടന്മാർ, അടൂർ യുവത, കൈതക്കൽ ബ്രദേഴ്സ് വായനശാല, പയ്യനല്ലൂർ ഇളമ്പള്ളിൽ പ്രതീക്ഷ ഗ്രന്ഥശാല, കൊടുമൺചിറയിലെ യുവ അക്കാദമി, പള്ളിക്കൽ വായനശാല, തെങ്ങുംവിള ചാരിറ്റബിൾ സൊസൈറ്റി ശൂരനാട്, ഏഴംകുളം ജനമൈത്രി സമിതി എന്നീ സാമൂഹ്യ സംഘടനകൾ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ പിൻബലമാണ്. ജാതി മത രാഷ്ട്രീയ വിഭാഗീയതകൾക്കതീതമായി സഹജീവികൾക്കായി സ്നേഹവും ദയയും കരുതലും നൽകി നിലകൊള്ളുന്ന മഹാത്മാ ജനസേവന കേന്ദ്രം ഇന്ന് 14 വർഷം പൂർത്തീകരിക്കുന്നു. കൂടെ നിന്ന് തുണയായ എല്ലാവർക്കും നന്ദിയോടെ സ്നേഹാഭിവാദ്യങ്ങൾ.